ജാനുവരി ഓൾമോസ്റ്റ് 10 ആവാറായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നാണ് ഞാൻ എനിക്ക് തന്നെ പ്രഖ്യാപിച്ച എൻ്റെ ന്യൂ ഇയർ. ബിക്കോസ് 2025 സ്റ്റാർട്ട് ചെയ്തു എന്നല്ലാണ്ട് പുതുതായിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് ഫോളോ ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വെതറാണ്. ഈ ഒരു വെതർ കോൾഡ് കഫ് എക്സെട്ര. പിന്നെ അതുപോലെ ന്യൂ ഇയറിൻ്റെ സമയത്ത് തന്നെ പുറത്തുള്ള പോക്കും പിന്നെ വീട്ടിലെ കുറച്ച് പരിപാടിയും കാര്യങ്ങളായിട്ട് ആ ട്രാക്കിൽ കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിവേ ഇന്ന് മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പുതിയ തുടക്കം. അത് രാവിലെ തന്നെ എണീറ്റ് 2 ഗ്ലാസ് സാധാ വെള്ളവും 1 ഗ്ലാസ് നല്ല സിനമൺ വാട്ടറും ഒക്കെ വെച്ചിട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ രാവിലെ തന്നെ ലായ്ക്ക് എണീക്കുന്നതിൻ്റെ മുന്നേ കുറേ ഫുഡ് ഐറ്റംസ് ഇന്ത്യ ലായ്ക്കിൻ്റെ ഒക്കെ റീസ്റ്റോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലായ്ക്കിൻ്റെ സെർലാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല ലായ്ക്കിനും ഒരു ന്യൂ ഇയർ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ലായ്ക്കിൻ്റെ സെർലാക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ബേബിനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ഫുഡാണ് കൊടുക്കണമെന്ന് ചോദിക്കുന്നവർക്ക് ഇതാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ പോർട്ടബിൾ സ്റ്റൗ ഉണ്ടാവുകൊണ്ട് തന്നെ എല്ലാ ഫുഡും ഉണ്ടാക്കി കൊടുക്കാനും പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം തെന്നി മറിയും തോന്നുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ലായ്ക്ക് എണീറ്റ് ഷിസിലേ ലായി മാമു തിന്നണില്ല കേട്ടോ. ലായ്ക്കിനും ഫുഡ് കൊടുത്ത് ലായ്ക്കിനോട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ലോണം വൈകിട്ടുണ്ട്. കാരണം എനിക്ക് രാവിലെ ഒരു ടാബ്ലറ്റ് കഴിക്കാണ്ടായിരുന്നു. ആ ടാബ്ലറ്റ് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ടാബ്ലറ്റ് കഴിക്കാനും ലേറ്റായി, ഫുഡ് കഴിക്കാനും ലേറ്റായി. അപ്പം ഇന്ന് നൈസായിട്ട് ഒരു സ്ട്രോബെറി ബനാന സ്മൂത്തി വെച്ച് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും എന്നെപ്പോലെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ മടി പിടിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ കമോൺ.